الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين ما بعد فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ നമ്മൾ പഠിച്ചു വരുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം 100ഓളം വരുന്ന വരിയിൽ അദ്ദേഹം രചിച്ച ഒരു കവിതയാണ് അൽ ഉർജൂസത്തുൽ മിഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ്യ. അൽഹംദുലില്ലാ, അതിൽ പല കാര്യങ്ങളും നമ്മൾ പ്രതിപാദിച്ചു. അൽഹംദുലില്ലാ, കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരികയും മദീന ജീവിതത്തിലെ 4 കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അതിലൊന്നാമത്തേത് നിസ്കാരത്തിനെ പറ്റിയായിരുന്നു. അഥവാ ആദ്യം നിസ്കാരമെല്ലാം 4 റക്അത്തുള്ള നിസ്കാരങ്ങളെല്ലാം അത് 2 പിന്നീട് അത് 4 മാറ്റിയതിനെ പറ്റി കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുശേഷം മസ്ജിദ് ഖുബ നിർമ്മിച്ചു. അതാണ് രണ്ടാമത്തെ കാര്യം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് ഖുബ നിർമ്മിച്ചു. മൂന്നാമത്തെ കാര്യം, അതിനിടയിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്കുള്ള യാത്രയിൽ അതിനിടയിൽ ഒരു സ്ഥലത്ത് വെച്ച് ജുമുഅയുടെ സമയമാവുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ജുമുഅ നിസ്കരിക്കുകയും ചെയ്തു. നാലാമത്തെ കാര്യം, മസ്ജിദുൻ നബവി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർമ്മിക്കുകയുണ്ടായി. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നത്. ഇന്ന് എടുക്കാനുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم بنى من حوله مساكنه ثم أتى من بعد في هذه السنة أقل من نصف الذين سافروا إلى بلاد الحبش حين هاجروا وفيه آخى أشرف الأخيار بين المهاجرين والأنصار ثم بنى بابنة خير صحبه وشرع الأذان فاقتدي به. جزاكم الله خيرا. പിന്നീട് ശൈഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത് സുമ്മ ബനാ മിൻ ഹൗലിഹി മസാകിന, അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഭാര്യമാർക്ക് വേണ്ടി മസ്ജിദുൻ നബവിക്ക് ചുറ്റും വീട് പണിയുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നീട് ചെയ്ത കാര്യം മസ്ജിദുൻ നബവിക്ക് ചുറ്റുമായി വീട് പണിയുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പോൾ എത്ര ഭാര്യമാരാണുള്ളത്? 2 ഭാര്യമാരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പോൾ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായി ഉണ്ടായിരുന്നത് 2 പേരാണ്. ഒന്നാമത്തേത് ആരാണ്? അഹ്സൻത്, സൗദ ബിൻത് സംഅ. രണ്ടാമത്തേതോ? അഹ്സൻതും, ബാറക്കല്ലാഹു ഫീക്, ആയിഷ റളിയല്ലാഹു അൻഹ. ഇവര് 2 പേരാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് വരുമ്പോൾ ഭാര്യമാരായി ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിരുന്നില്ല? വീട്ടിൽ കൂടിയിരുന്നില്ല. അതിനാൽ ആദ്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഇവർക്ക് 2 പേർക്കുമാണ് വീട് പണിഞ്ഞത്. പിന്നീട് ആവശ്യമനുസരിച്ച് ബാക്കിയുള്ളവർക്ക് കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? വീട് പണിയുകയായിരുന്നു ചെയ്തത് എന്ന് ഇമാം ദഹബി റഹിമഹുല്ലാഹ് അദ്ദേഹം ബുൽബുലു അർ-റൗൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. എങ്ങനെയായിരുന്നു സഹോദരങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ രൂപം? ഏത് രൂപത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് എന്നുള്ളത് ദാവൂദ് ബിൻ ഖൈസ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൾ കണ്ടിട്ടുണ്ട്. അത് ഈന്തപ്പന കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ഈന്തപ്പന ഓലകൾ കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അത് വളരെ ചെറിയ ഇടുങ്ങിയ തരത്തിലുള്ള വീടുകളാണ്. കൊട്ടാരം പോലെയുള്ളതല്ല, മറിച്ച് ഇടുങ്ങിയ തരത്തിലുള്ള വീടുകളാണ്. അതിന്റെ ഉയരം 7-8 മുഴം മാത്രമായിരുന്നു എന്നാണ്.
7-8 മുഴം മാത്രമായിരുന്നു എന്ന് ഇദ്ദേഹം പറഞ്ഞതായി ഇമാം ബുഖാരി അഥവാ ദാവൂദ് ബിൻ ഖൈസ് റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളുടെ നേതാവായ എത്രയോ അനുയായികളുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടാണിത്. ഒരിക്കലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തിട്ടില്ല? ആഡംബരങ്ങൾ അവിടുന്ന് സ്വീകരിച്ചിരുന്നില്ല. അറിയുന്ന കാര്യമാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് ഉണ്ടാക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അവസ്ഥ. മറിച്ച് ഒരിക്കലും ആഡംബരമായ ഒരു ജീവിതം റസൂൽ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അത് നയിച്ചിരുന്നില്ല. മറിച്ച് ലളിതമായ ഒരു ജീവിതമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മൊത്തത്തിൽ നയിച്ചിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ലളിതമായ ജീവിതം നയിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഒരു കാര്യം, പ്രവാചകന്മാരുടെ ഉമ്മമാർക്ക് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്നാണ് പറയുക. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇത് എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിൽ വിളിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കപ്പെട്ടത്? അദ്ദേഹം പറയുകയാണ് മിൻ ബാബിൽ ഇഹ്തിറാമി വത്തഅദീം, എന്താണ് ബഹുമാന സൂചകം എന്നോണം. അതേപോലെ തന്നെ ആ രൂപത്തിൽ വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങളാണ് ഇവർ എന്ന നിലക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ രൂപത്തിൽ പറയുന്നത്. ആരാണ് ഈ പേര് നൽകിയത് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ എന്ന്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ ഉമ്മഹാതുഹും ഉമ്മമാരാണ് എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുക. ഏതെങ്കിലും പണ്ഡിതനോ മറ്റോ അല്ല ആ പേര് നൽകിയത്, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ പേര് നൽകിയിരിക്കുന്നത്. ശീഇകൾ അതുപോലെ തന്നെ റാഫിലുകൾ ഇവരിൽ ചിലരെ മോശമായി ചിത്രീകരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരിക്കലും ഒരു മുഅ്മിൻ മുസ്ലിമായ ഒരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ കുറിച്ച് മോശമായോ മറ്റോ പറയാൻ പാടില്ല, മറിച്ച് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളാണ്. സാന്ദർഭികമായ ഒരു ചോദ്യം, ഇസ്ലാമിൽ ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കാം. ഇസ്ലാമിൽ ഒരു കാര്യമുണ്ട്, ആ കാര്യം എന്താണ്? ഹറാമാണ്. ആ കാര്യം ഹറാമാണ്. പക്ഷേ ആ ഹറാം ഇതുവരെ ഒരാൾ പോലും എന്ത് ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാൻ പോകുന്നുമില്ല. എന്നാൽ ആ ഹറാമിയത്ത് അത് നിലനിൽക്കുന്നുമുണ്ട്. ഏതാണത്? അഹ്സൻത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരെ വിവാഹം ചെയ്യൽ, അത് നമുക്ക് എന്തല്ല ഹറാമായ കാര്യമാണ്. അതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒരാളും ചെയ്തിട്ടില്ല, ഇനിയോട്ട് ചെയ്യാൻ പോകുന്നുമില്ല. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ സഹോദരങ്ങളെ, അവരെ വിവാഹം ചെയ്യുക എന്നുള്ളത് ഹറാമായ കാര്യമാണ്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന അടുത്ത കാര്യം, സുമ്മ അതാ മിൻ ബഅദു ഫീ ഹാദിഹി സന അഖല്ലു മിൻ നിസ്ഫിൽ ലദീന സാഫറു ഇലാ ബിലാദിൽ ഹൂശി ഹീന ഹാജറു. ഈ 3 വരികളാണ്. അഥവാ പിന്നീട് ഈ വർഷത്തിൽ നടന്ന കാര്യം എന്താണ്? ചില സഹാബിമാർ നമ്മൾ പറഞ്ഞിരുന്നു എങ്ങോട്ടേക്ക് ഹിജറ പോയിരുന്നു? ഹബശയിലേക്ക് ഹിജറ പോയിരുന്നു. അവരിൽ പകുതിയുടെ കുറവുള്ള ആളുകൾ എന്ത് ചെയ്തു? മടങ്ങി വീണ്ടും മദീനയിലേക്ക് വരികയുണ്ടായി. ഏകദേശം 33 പുരുഷന്മാരും 8 സ്ത്രീകളുമാണ് തിരിച്ചു വന്നത്. 33 പുരുഷന്മാരും 8 സ്ത്രീകളുമാണ് തിരിച്ചു വന്നത്. ഇതാണ് ആ ഒരു സംഭവം. ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ല അദ്ദേഹം പറയുന്നത്, അഥവാ ഹബശയിലേക്ക് പോയ ചില ആളുകൾ, അവരിൽ പകുതിയിലും കുറവ് ആളുകൾ എന്ത് ചെയ്തു? തിരിച്ച് വരികയുണ്ടായി. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, വഫീഹി ആഖാ അശ്റഫുൽ അഖ്യാരി ബൈനൽ മുഹാജിരീന വൽ അൻസാരി. എന്താണ് പറയുന്നത്? വഫീഹി ആഖാ അശ്റഫുൽ അഖ്യാരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുകയുണ്ടായി? അവിടുന്ന് മുഹാജിരിങ്ങൾ, അതാണ് പറയുന്നത് ബൈനൽ മുഹാജിരീന വൽ അൻസാർ, മുഹാജിരീങ്ങളും അൻസാരുകൾക്കും ഇടയിൽ എന്ത് ചെയ്തു? അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹോദര്യ ബന്ധം ഉണ്ടാക്കുക ഉണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സാഹോദര്യ ബന്ധം ചേർക്കുകയുണ്ടായി. എന്താണ് സഹോദരങ്ങളെ ഈ ഒരു കാര്യം? ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു കാര്യമാണ്. കാരണം
നമ്മുടെ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും. കാരണം നമ്മൾ ജനിച്ച് വളർന്നു വന്ന നാട്ടിൽ പൊതുവെ എന്താണ്, നമ്മൾ അവിടെയുള്ള ആളുകളായിട്ടും അതുപോലെ തന്നെ സ്വന്തം നാട് എന്നുള്ള ആ ഒരു ബിഅത്ത് എന്താണ് പറയുക, നമുക്ക് എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ മറ്റുള്ള നാടുകളിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വിദേശത്തും മറ്റും പോയി കഴിഞ്ഞാൽ അവിടെയുള്ളവർ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാകും? ഒരു സന്തോഷമുണ്ടാകും. കാരണം പൊതുവെ എന്താണ്, ആ നാട്ടിൽ നമ്മൾ അപരിചിതരാണ്, എന്താണ് അവിടുത്തെ അവസ്ഥകൾ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അവർ ഏറ്റവും നല്ല രൂപത്തിലാണ് നമ്മോട് പെരുമാറുന്നതെങ്കിൽ സ്വാഭാവികമായി നമുക്ക് എന്തുണ്ടാകും? സന്തോഷമുണ്ടാകും. നേരെ മറിച്ച് ആരും പരിഗണിക്കുന്നില്ല എങ്കിൽ അവർക്കത് എന്താണ്, മാനസികമായി ഒരു പ്രയാസമുണ്ടാകും, മനസ്സിനൊരു പ്രയാസമുണ്ടാകും. ഇത് സ്വാഭാവികമാണ്. ഈ ഒരവസ്ഥ ഹിജറ ചെയ്തു വന്ന മുഹാജിരീങ്ങൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉണ്ടാക്കിയിട്ടില്ല. മറിച്ച് മദീനക്കാരോട് സാഹോദര്യം ഉണ്ടാക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിക്കുക ആണ് ചെയ്തത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം സാദുൽ മആദിൽ പറഞ്ഞതായി കാണാം, ثم آخى رسول الله صلى الله عليه وسلم بين المهاجرين والأنصار. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹാജിരീങ്ങൾക്കും അൻസാരികൾക്കും ഇടയിൽ എന്ത് ചെയ്തു? സഹോദര ബന്ധം ഉണ്ടാക്കുക ചെയ്തു. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞതാണ്, ആരാണ് മുഹാജിരീങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്തു വന്ന ആളുകളാണ് മുഹാജിരീങ്ങൾ. അൻസാറുകളോ മദീനയിൽ ഉണ്ടായിരുന്ന അവരെ സ്വീകരിച്ച ആളുകളാണ്. എവിടെ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്, സഹോദര ബന്ധം ഉണ്ടാക്കിയത്? ഫീ ദാരി അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെച്ചാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. എത്ര ആളുകളാണുള്ളത്? വകാനു 90 റജുല. എത്ര ആളുകളാ? 90 ആളുകളാണ് അന്ന് അവിടെ പങ്കെടുത്തിരുന്നത്. നിസ്ഫുഹും മിനൽ അൻസാർ വനിസ്ഫുഹും മിനൽ മുഹാജിരീൻ. അതിൽ പകുതി ആളുകൾ മുഹാജിരീങ്ങളും അതുപോലെ തന്നെ പകുതി ആളുകൾ എന്താണ്, അൻസാരികളുമാണ്. എന്താണ് സഹോദരങ്ങളെ, അവർ അവിടെ വെച്ച് സഹോദര്യ ബന്ധം എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശം? ആഖ ബൈനഹും അൽ മുവാസാത്ത്. എന്താണ്, അവർ ഇരു ആളുകൾക്കുമിടയിൽ ഏത് കാര്യത്തിലും നല്ല രീതിയിൽ സഹകരിക്കുമെന്നും ഏറ്റവും നല്ല രൂപത്തിൽ അവരെ ഏത് പ്രയാസഘട്ടങ്ങളിലും കൂടെ ഉണ്ടാകുമെന്നുള്ള ആ ഒരു കാര്യം. വയതവാറസൂന ബഅദൽ മൗത്ത്. അതുപോലെ തന്നെ മരണശേഷം എന്തു ചെയ്യാൻ, അവർക്ക് അനന്തര സ്വത്ത് വീതം വെക്കാനുള്ള ആ ഒരു നിയമവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? നിലനിർത്തുക, അല്ലെങ്കിൽ ആ ഒരു നിയമവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വെച്ചു. ഇലാ വഖഅതി ബദർ. ബദർ യുദ്ധം നടക്കുന്നത് വരെ. ബദർ യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സാഹചര്യത്തിൽ ഒരായത്ത് ഇറക്കി. ഏതാണത്? വഉലുൽ അർഹാമി ബഅ്ലുഹും ഔലാ ബിബഅ്ലിൻ ഫീ കിതാബില്ലാഹ്. എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുടുംബക്കാരാണ് ഒരാളുടെ ഏറ്റവും അടുത്ത ആളുകൾ. അതുകൊണ്ട് ഇനി എന്തില്ല? റദ്ദ തവാറുസ ഇല റഹിം. പിന്നീട് എന്തുണ്ടായി? അനന്തരാവകാശ നിയമങ്ങൾ അല്ലെങ്കിൽ അനന്തരം പിന്നീട് കുടുംബക്കാർക്കിടയിൽ മാത്രമായി. അതിനു മുന്നേ എന്തായിരുന്നു അവസ്ഥ? ബദർ യുദ്ധം നടക്കുന്നത് വരെ അവർ മരിച്ചു കഴിഞ്ഞാൽ അവർക്കുള്ള അനന്തര സ്വത്ത് പോലും പരസ്പരം അവർ വീതിച്ചിരുന്നു. ബാക്കിയുള്ള സഹോദരങ്ങൾ, ബാക്കിയുള്ള എല്ലാ സമ്പത്തും തോട്ടങ്ങളും മറ്റും മുഹാജിരീങ്ങൾക്ക് നൽകാൻ അൻസാറുകൾ എന്തായി? തയ്യാറായി. അവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അവർക്ക് അത് കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ അവരുടെ സമ്പത്ത് നൽകുന്നതിലോ യാതൊരു പ്രയാസവും ഉണ്ടായില്ല. അല്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വല്ലദീന തബവ്വഉ അദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവരിലേക്ക് ഹിജറ ചെയ്തു വന്ന ആളുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ് ആര്? അൻസാറുകൾ. അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകളാണ്. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു. അവർ നൽകുന്ന കാര്യത്തിൽ അവർക്ക് എന്തില്ല? യാതൊരു പ്രയാസവുമില്ല. അവർക്ക് യാതൊരു പ്രയാസവുമില്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവരെന്ത് ചെയ്യുകയാണ്? സ്വന്തത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ പോലും അവർ എന്ത് ചെയ്യുകയാണ്? മുഹാജിരീങ്ങൾക്ക് വേണ്ടി നൽകുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എന്ത് നല്ല സ്വഭാവമുള്ള ആളുകളാണ് അൻസാറുകൾ. അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അവർ അവരുടെ സമ്പത്തും അതുപോലെ തന്നെ അവരുടെ തോട്ടങ്ങളും മറ്റും അവർ നൽകുകയാണ്. മറിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഇതിപ്പോൾ കൊടുത്തല്ലേ പറ്റൂ എന്നുള്ള നിലക്കല്ല. വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും അവരത് നൽകുകയാണ്. വയുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം. അവർക്ക്
അവരിലേക്ക് ഹിജറ ചെയ്തു വന്ന ആളുകൾ ഇഷ്ടമാണ് എന്ന് ഹൃദയങ്ങളെ ഏറ്റവും നന്നായി അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയും വലിയ ഒരു സാഹോദര്യ ബന്ധം ചരിത്രത്തിൽ എവിടെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. രണ്ട് നാട്ടിലുള്ള ആളുകൾ ദീനിന്റെ പേരിൽ, മറ്റൊരു കാര്യത്തിന്റെ പേരിലല്ല, മറിച്ച് ദീനിന്റെ പേരിൽ ഒരുമിച്ചത് ചരിത്രത്തിൽ എന്നും വലിയൊരു മാതൃക തന്നെയാണ്. മറ്റുള്ള നാട്ടിലുള്ള ആളുകൾ ഒരു നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവരെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ വലിയൊരു മാതൃകയാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അൻസാറുകളെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ച കാര്യമല്ല. ഒരിക്കലും റസൂൽ നിങ്ങളത് കൊടുത്തേ പറ്റൂ എന്ന് നിർബന്ധിച്ച് കൽപ്പിച്ചതല്ല, മറിച്ച് ഈ ആശയങ്ങൾ റസൂൽ പറഞ്ഞപ്പോൾ തന്നെ അൻസാരികൾ അവർ തന്നെ എന്ത് ചെയ്തതാണ്, തയ്യാറായതാണ് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സംഭവമാണ്. അൻസാരികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറയുകയാണ്, നമ്മുടെ തോട്ടങ്ങൾ അതിലെ വിഹിതം അവർക്ക് നൽകണം, അഥവാ മുഹാജിരിങ്ങൾക്ക് നൽകണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ആരാണ് പറയുന്നത്? അൻസാരികളാണ് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അത്രയധികം സ്നേഹിച്ച് സാധിക്കുന്ന രൂപത്തിൽ സഹായിക്കുകയും ചെയ്തു. എന്നാൽ ചില മുഹാജിറുകൾ അൻസാരികൾ നൽകിയ സാമ്പത്തിക സഹായം സ്വീകരിച്ചില്ല. അൻസാരികൾ അവർക്ക് നൽകാമെന്ന് പറഞ്ഞ് അവർ അത് നൽകാൻ പോയപ്പോൾ എന്ത് ചെയ്തില്ല? അത് സ്വീകരിച്ചില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ സമ്പാദിച്ച് നമ്മൾ തന്നെ പൈസ ഉണ്ടാക്കിക്കൊള്ളാം, നിങ്ങൾ നമുക്ക് തരേണ്ടതില്ല. അതും എന്താണ്? അൻസാരികളോടുള്ള സ്നേഹമാണ് മുഹാജിരിങ്ങൾക്ക്. കാരണം ഇവരുടെ കയ്യിൽ ഒന്നുമില്ല. ഹിജറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്? അവരുടെ സമ്പത്തും മറ്റും അവരുടെ നാട്ടിൽ ഉപേക്ഷിക്കുക. ഹജറ എന്ന് വെച്ചാൽ എന്താണ്? തറക്ക എന്നാണ്, അഥവാ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. എല്ലാം ഒഴിവാക്കിയിട്ടാണ് വരുന്നത്. അപ്പോ ചില മുഹാജിരിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നമുക്ക് അതിന്റെ ആവശ്യമില്ല, നമ്മൾ സമ്പാദിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. അതിനൊരു ഉദാഹരണമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം കച്ചവടത്തിന്റെ വിഷയത്തിൽ വളരെയധികം കഴിവുള്ള വ്യക്തിയായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കച്ചവടത്തിന്റെ വിഷയത്തിൽ വളരെ ബുദ്ധിശാലിയായിരുന്നു. അദ്ദേഹത്തിന് എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത് എന്നറിയുന്ന നല്ലൊരു സഹാബിയായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഅദ് ഇബ്നു റബീഅ അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ കൂടെ താമസിക്കാനും നല്ല ബന്ധം സ്ഥാപിക്കാനുമാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. സഅദ് ഇബ്നു റബീഅ അദ്ദേഹത്തിന്റെ കൂടെ താമസിക്കുകയും അതുപോലെ തന്നെ നല്ല രൂപത്തിലുള്ള ബന്ധം കാത്തു സൂക്ഷിക്കാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹോദരനായി നിശ്ചയിച്ചു കൊടുത്തത് സഅദ് ഇബ്നു റബീഅയാണ്. അദ്ദേഹം സഅദ് ഇബ്നു റബീഅ പറഞ്ഞു, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ നിനക്ക് നൽകാം, അതുപോലെ തന്നെ എന്റെ തോട്ടത്തിന്റെ പകുതി ഞാൻ നിനക്ക് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബാറക്കല്ലാഹു ഫീ അഹ്ലിക വമാലിക, ബാറക്കല്ലാഹു ഫീ അഹ്ലിക വമാലിക, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിലും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലും ബറക്കത്ത് ചെയ്യട്ടെ. ഫദുല്ലൂനി അല സൂഖ്, എനിക്ക് എന്ത് ചെയ്തു തന്നാൽ മതി? നിങ്ങൾ എവിടെയാണ് അങ്ങാടി എന്ന് കാണിച്ചു തന്നാൽ മതി, ഞാൻ എന്ത് ചെയ്തു കൊള്ളാം? അവിടെ പോയി കച്ചവടം ചെയ്തുകൊണ്ട് സമ്പാദിച്ചോളാം എന്ന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം സമ്പാദിക്കുകയും മദീനയിലെ ഒരു സ്ത്രീയെ പിന്നീട് വിവാഹം ചെയ്യുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. സഹോദരങ്ങളെ, ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഗുണപാഠങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്നെന്താണ്? നമുക്കിടയിലും ഈ ഒരു സാഹോദര്യ ബന്ധം ഉണ്ടാക്കിയെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. നമ്മുടെ വെറുപ്പ് അതുപോലെ തന്നെ ആയിരിക്കണം. ഒരു സ്ഥാപനത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനയുടെ പേരിലോ ഒന്നുമാകാൻ പാടില്ല. മറിച്ച് അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ളു ഫില്ലാ, സ്നേഹം അത് അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലായിരിക്കണം വെറുക്കേണ്ടതും. ഈ ഒരു കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സമാധാനപൂർണമാകും. കാരണം നമ്മൾ ഒരാളെ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിലായി കഴിഞ്ഞാൽ പിന്നീട് അവർ നമ്മളെ പരിഗണിച്ചില്ല എങ്കിലും നമുക്ക് പ്രയാസപ്പെടേണ്ടതില്ല. കാരണം നമ്മൾ സ്നേഹിച്ചത് അള്ളാഹുവിന്റെ മാർഗത്തിലാണ്. മറിച്ച് അവൻ എന്തെങ്കിലും സഹായം നമുക്ക് നൽകുമോ എന്ന് അറിഞ്ഞതുകൊണ്ടല്ല, അല്ലെങ്കിൽ അവൻ എപ്പോഴും നമ്മളെ കണ്ടാൽ. ഒരുപക്ഷെ സഹോദരങ്ങളെ, ചില ആളുകൾ പറയുന്നതായി കേട്ടിട്ടുണ്ട്, എന്താണ് മസ്ജിദിലേക്ക് വരാത്തത് ചോദിച്ചപ്പോ മറുപടി എന്താണ്?
ഇന്നയാളെന്നെ കണ്ടപ്പോൾ ചിരിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഇത് നടന്ന സംഭവമാണ്. അദ്ദേഹം ചിരിച്ചില്ല എങ്കിലും നമ്മൾ ആദ്യം കരുതേണ്ടത് എന്താണ്? ഓരോ ആളുകളെ കുറിച്ച് ഹുസ്നുൽ ദന്ന് വെക്കണം. എന്താണ് ഹുസ്നുൽ ദന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നല്ല വിചാരം. നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്മാരാണ്. ഒരുപക്ഷെ വീട്ടിൽ എന്തെങ്കിലും പ്രയാസമുണ്ടായേക്കാം, അല്ലെങ്കിൽ കച്ചവട സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടായേക്കാം. എപ്പോഴും ഒരാൾക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റണമെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമായിരിക്കണം. അല്ലെ, ചില സഹാബിമാർ പറഞ്ഞതായി കാണാം, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോഴൊക്കെ റസൂൽ ചിരിച്ച മുഖമായിട്ടുള്ള അവസ്ഥയിലാണ്. അതുപോലെ നമുക്കാകാൻ സാധിക്കുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. എപ്പോഴും ആളുകൾക്ക് മുന്നിൽ നമ്മുടെ പ്രയാസങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഉണ്ട് എന്നുള്ള രൂപത്തിൽ പെരുമാറാതെ പ്രയാസങ്ങൾ റബ്ബിനോട് മാത്രം പറയുക. ഇനി നേരെ മറിച്ച് ചില ആളുകൾക്ക് എന്തുണ്ടായേക്കാം? വളരെയധികം പ്രയാസമുണ്ടായേക്കാം. അപ്പോൾ ഒരുപക്ഷെ അവർ വേറെന്തെങ്കിലും ചിന്തയിലായിരിക്കും. അപ്പോൾ എന്താണ്? ചില ആളുകളെ കണ്ടാൽ അദ്ദേഹത്തെ കണ്ടത് ചിലപ്പോൾ മനസ്സിൽ വന്നിട്ടുണ്ടാവില്ല. അതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നത് അള്ളാഹുവിന്റെ പേരിലാണോ എന്ന് ഒന്നെന്ത് ചെയ്യുക? മനസ്സിൽ ആലോചിച്ച് നോക്കുക. ഇനി നേരെ മറിച്ച് ഇത് അള്ളാഹുവിന്റെ പേരിലാണെങ്കിൽ നമുക്കിതൊന്നും ദുനിയാവിന്റെ വിഷയങ്ങൾ ഒരു പ്രശ്നമേ ആയിരിക്കുകയില്ല. അതാണ് ചില ഉലമാക്കൾ പറഞ്ഞതായി കാണാം. എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ നിനക്കൊരു നന്മ ചെയ്തു കഴിഞ്ഞാൽ വർദ്ധിക്കുകയും അത് ചെയ്തു തന്നില്ല എങ്കിൽ കുറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം. ഒരാൾ നമുക്ക് നന്മ ചെയ്താലും അത് ചെയ്തു തന്നില്ലെങ്കിലും നമുക്ക് അയാളോട് എന്തുണ്ടാകണം? അള്ളാഹുവിന്റെ മാർഗത്തിലാണ് സ്നേഹമെങ്കിൽ ഒരേ അവസ്ഥയിലായിരിക്കുമെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള ആളുകളോട് പറയാനുള്ളത്, പല നാടുകളിൽ നിന്നും ആളുകൾ എന്ത് ചെയ്തു വന്നിട്ടുണ്ട്? ഇവിടത്തേക്ക് പഠിക്കാനും വേണ്ടി വന്നിട്ടുണ്ട്. അവരെന്ത് ചെയ്യണം? ഈ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നില്ല എന്നല്ല, ബറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറൻ. നമ്മൾ ഈ ഒരു നിയ്യത്ത് എന്ത് ചെയ്യുക? നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, മിംബാബി തദ്കീർ, ഓർമ്മപ്പെടുത്തുക എന്നുള്ള നിലക്ക് മാത്രം പറഞ്ഞതാണ്. ഈ രീതി പറഞ്ഞു വന്നത്, ഈ രീതി എന്ത് ചെയ്യണം? നമുക്കിടയിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കണം. രണ്ടാമത്തെ പാഠം സഹോദരങ്ങളെ, ഒരാൾക്ക് സ്വന്തമായി കച്ചവടം ചെയ്യാനും മറ്റും കഴിവുണ്ട് എങ്കിൽ എന്ത് ചെയ്യണം? മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം പണിയെടുത്ത് എന്ത് ചെയ്യാൻ നോക്കണം? ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും നോക്കണം. ഇതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അദ്ദേഹം കഴിവുണ്ട്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? പണിയെടുത്തു, ധാരാളം സമ്പാദിക്കുകയുണ്ടായി. അദ്ദേഹത്തെ പറ്റി പറയുന്നതായി കാണാം, ഏകദേശം 30,000-ഓളം അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എന്താണ് സമ്പത്തിൽ നൽകിയ ബറക്കത്താണത്. അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നൽകിയ ബറക്കത്താണത്. കാരണം അദ്ദേഹം മക്കയിൽ നിന്ന് വരുമ്പോൾ വെറും കൈയോടെയാണ് വന്നത്. പക്ഷേ മദീനയിലെത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ സമ്പത്തിൽ ബറക്കത്ത് നൽകുകയും അത് കൊണ്ട് തന്നെ അദ്ദേഹം ധാരാളമായി സ്വതക്ക നൽകുകയും അതുപോലുള്ള കാര്യങ്ങളും ചെയ്തതായി കാണാം. ഈ സമ്പത്തുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് വല്ല തടസ്സവുമുണ്ടോ? അല്ലെ, പൊതുവേ പറയപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു എന്താണ് മുട്ടിലെഴഞ്ഞിട്ടാണ്, ഇത്രയും സമ്പത്ത് ലഭിച്ചത് കൊണ്ട് മുട്ടിലെഴഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുന്ന സംഭവം. അത് ഒരിക്കലും സ്ഥിരപ്പെട്ട് വന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മറിച്ച് അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ഹദീസിൽ 10ഓളം സഹാബിമാർ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരാളാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ സ്വന്തമായി ജോലി ചെയ്ത് ആരിലും ആശ്രയിക്കാതെ ജീവിക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്ന സംഭവം സുമ്മ ബനാ ബിബ്നതി ഖൈരി സഹ്ബിഹി. എന്താണ്? പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് പാർക്കുകയുണ്ടായി. നമ്മൾ പറഞ്ഞിരുന്നു മക്കയിൽ വെച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിക്കാഹ് ചെയ്തിരുന്നു. പക്ഷേ വീട് കൂടിയത് എവിടെ വെച്ചാണ്? മദീനയിൽ വെച്ചാണ്. അന്ന് എത്ര വയസ്സായിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹക്ക്? എത്ര വയസ്സായിരുന്നു? അവർ തന്നെ പറയുന്നതായി ഇമാം ബുഖാരി അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം 9 വയസ്സാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രായം 9 വയസ്സായിരുന്നു എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
ഇതുമായി ബന്ധപ്പെട്ട് അഥവാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വയസ്സിൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി വീട് കൂടിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ ചില തെറ്റിദ്ധാരണകൾ നമുക്ക് കാണാൻ സാധിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ വളരെ മ്ലേച്ഛമായ രൂപത്തിൽ ചിത്രീകരിച്ചുകൊണ്ടും സംസാരിക്കുന്നതായും മറ്റും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ തെറ്റിദ്ധാരണകൾ എന്താകും? എളുപ്പത്തിൽ നീങ്ങിപ്പോകും, വളരെ എളുപ്പത്തിൽ നീങ്ങിപ്പോകും. ഒന്നാമത്തെ കാര്യം, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹും അവന്റെ റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടത്തേക്ക് വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിന്റെ നിലപാട്. സമീഅനാ വഅതഅന, നമ്മൾ ഇതാ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനെ വളച്ചൊടിച്ച് 18-ാം വയസ്സിലായിരുന്നു എന്നൊന്നും പറയേണ്ട ഒരു കാര്യവുമില്ല. മറിച്ച് അള്ളാഹും അവന്റെ റസൂലും പറഞ്ഞ കാര്യം അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവനുണ്ടായിരിക്കേണ്ട നിലപാട്. സമീഅനാ വഅതഅന. ഇനി സഹോദരങ്ങളെ, നാം മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടുത്തെ ദഅവത്തിനെയും മോശമാക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ തന്നെ അവിടുത്തെ ദഅവത്തിനെയും തൗഹീദ് ദഅവത്തിനെയും മോശമായി ചിത്രീകരിക്കാൻ തുടങ്ങിയത് ഇന്നോ ഇന്നലെയോ അല്ല. മറിച്ച് ഏത് ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറഞ്ഞത് മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിലെ കാഫിരീങ്ങളും അതുപോലെ തന്നെ ജൂതന്മാരും നസ്രാണികളും എല്ലാവരും എങ്ങനെയൊക്കെ പരമാവധി പ്രയാസപ്പെടുത്താൻ പറ്റുമോ അങ്ങനെയൊക്കെ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മജ്നൂൻ എന്ന് വിളിച്ചിട്ടുണ്ട്, ഭ്രാന്തൻ എന്ന് വിളിച്ചിട്ടുണ്ട്, സാഹിർ എന്ന് വിളിച്ചിട്ടുണ്ട്. ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും എന്തൊക്കെ പറയാൻ പറ്റുമോ, കദ്ദാബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പലതും വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, ഒരു 2-3 നൂറ്റാണ്ട് മുൻപുള്ള ഏതെങ്കിലും ഒരു വ്യക്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ രൂപത്തിൽ കളിയാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കോ? അഥവാ 9 വയസ്സുള്ള ഒരു സ്ത്രീയെ കല്യാണം ചെയ്തു അല്ലെങ്കിൽ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞ് കളിയാക്കിയതായി കാണാൻ സാധിക്കുമോ? പറഞ്ഞതുപോലെ മക്കയിലെ കുഫാറുകൾ എന്തൊക്കെ പറഞ്ഞ് കളിയാക്കാൻ പറ്റുമോ അതൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അവരെന്ത് ചെയ്തിട്ടില്ല? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറിയ കുട്ടി അല്ലെങ്കിൽ 9 വയസ്സുള്ള കുട്ടിയെ കല്യാണം ചെയ്തു എന്ന് പറഞ്ഞ് കളിയാക്കിയതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇത് അവിടെ സർവ്വസാധാരണമാണ്. നമ്മൾ ആ കാലഘട്ടം ആലോചിക്കണം. അതൊരു ഐബാണെങ്കിൽ, ന്യൂനതയാണെങ്കിൽ അതും എന്ത് പറഞ്ഞേനെ? മക്കയിലെ കുഫാറുകളും നസ്രാനികളും ജൂതന്മാരും പറഞ്ഞേനെ. പക്ഷേ ആ കാലഘട്ടത്തിൽ ഈ രൂപത്തിൽ വിവാഹം ചെയ്യുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. ഒന്നും വേണ്ട, നമ്മുടെ കുറച്ച് മുൻപുള്ള കാലഘട്ടം, നമ്മുടെ തന്നെ കുറച്ച് മുൻപുള്ള കാലഘട്ടം നോക്കിയാൽ ഈ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ വെല്ലുപ്പയൊക്കെ വിവാഹം ചെയ്ത പ്രായം, നമ്മുടെ ഉമ്മുമ്മയുടെ ഒക്കെ വിവാഹം ചെയ്ത പ്രായം കേട്ടാൽ നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഇനി സഹോദരങ്ങളെ, മറ്റൊരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ച ചുറ്റുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ധാരാളം വേശ്യാലയങ്ങളും അതുപോലെ തന്നെ മദ്യപാനം അത് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും ഒക്കെയുള്ള സ്ഥലമായിരുന്നു. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്ത്രീകളോട് അമിതമായ താല്പര്യമുള്ള ആളായിരുന്നുവെങ്കിൽ, നഊദു ബില്ലാ, അങ്ങനെ ഒരാളായിരുന്നെങ്കിൽ റസൂലിന് എന്ത് ചെയ്യാമായിരുന്നു? ഈ പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രം, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ റസൂലിനെ മുൻപ് വിളിച്ചിരുന്ന കാര്യം എന്തായിരുന്നു? അൽ അമീൻ എന്നാണ്. അൽ അമീൻ എന്നായിരുന്നു. അവിടുത്തെ സ്വഭാവവും അവിടുത്തെ ജീവിതവും ഏതൊരാൾക്കും വളരെ മനോഹരമായി വായിക്കാൻ പറ്റുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കൊന്ന് കണ്ണിങ്ങനെ അടക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ല. മറിച്ച് ഏറ്റവും നീതിപൂർണമായ ജീവിതമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ജീവിച്ചത്. മാത്രമല്ല സഹോദരങ്ങളെ, 9 വയസ്സായാൽ ഒരു പെൺകുട്ടി സ്ത്രീയെ പോലെയാണ് എന്ന് ആരാണ് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയാണ് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിവാഹം ചെയ്ത നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന കാര്യമാണ്, 9 വയസ്സായാൽ ഒരു പെൺകുട്ടി സ്ത്രീയെ പോലെയാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നതായി ഇമാം തിർമിദി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, വൈദ്യശാസ്ത്രപരമായി നോക്കുകയാണെങ്കിലും ഇതൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം 9 വയസ്സുള്ളവർ പ്രായപൂർത്തിയതായി കാണാൻ സാധിക്കും. 9 വയസ്സുള്ള ആളുകൾ
പ്രായപൂർത്തിയായതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ കാര്യം ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി ഇമാം ദഹബി റഹിമഹുല്ലാ സിയറു അഅലാമിൻ നുബലയിൽ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഇമാം ശാഫിഈ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഞാൻ 21 വയസ്സുള്ള സ്ത്രീയെ ഉമ്മമ്മയായി കണ്ടിട്ടുണ്ട്. യമനിലെ സനആ എന്ന് പറയുന്ന സ്ഥലത്ത് 21 വയസ്സുള്ള സ്ത്രീയെ ഉമ്മമ്മയായി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിനെ വിശദീകരിച്ചതായി കാണാം. അഥവാ 9 വയസ്സിൽ എന്തുണ്ടായി? പ്രായപൂർത്തിയാവുകയുണ്ടായി. പിന്നീട് 10ാമത്തെ വയസ്സിൽ പ്രസവിച്ചു. ആ പ്രസവിച്ച കുട്ടി എന്ത് ചെയ്തു? 9ാമത്തെ വയസ്സിൽ പ്രായപൂർത്തിയായി. 10ാമത്തെ വയസ്സിൽ എന്ത് ചെയ്തു? പ്രസവിക്കുകയും ചെയ്തു. അപ്പോൾ എത്ര വയസ്സാ? 21 വയസ്സാണ്. ഈ കാര്യം ഇമാം ബൈഹഖി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സുനനുൽ കുബ്രയിലും ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങൾ, ഇതൊക്കെ അറിയിക്കുന്നത് ഇത് പണ്ട് കാലഘട്ടത്തിൽ സർവ്വസാധാരണമായിരുന്നു എന്നാണ്. ഇന്നത്തെ കാര്യം വെച്ച് അന്നത്തെ കാര്യത്തിനെ അളക്കുക എന്നുള്ളത് ശരിയായ നിലപാടല്ല. ഇന്നുള്ള കാലഘട്ടം വെച്ച് അന്നത്തെ കാലഘട്ടം അളക്കുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല, ശരിയായ ഒരു നിലപാടല്ല. മാത്രമല്ല ഇന്നത്തെ പോലെ കല്യാണത്തിന് ധാരാളമായ നിബന്ധനകളും ഒന്നും എന്തുണ്ടായിരുന്നില്ല, അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ എന്താണ് അവസ്ഥ? ഒരാൾക്ക് കല്യാണം കഴിക്കണമെങ്കിൽ 30,000 രൂപക്ക് മുകളിൽ ശമ്പളം ഉണ്ടാകണം, മാത്രമല്ല ഇന്ന ജോലി ഉണ്ടാകണം, കല്യാണം കഴിഞ്ഞാൽ വിദേശത്തേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ ധാരാളം നിബന്ധനകൾ എന്തുണ്ട് ഇന്ന് കാലഘട്ടത്തിലുണ്ട്. പക്ഷെ അന്ന് അങ്ങനെയായിരുന്നില്ല. അന്നത്തെ ജീവിത ശൈലി എന്നുള്ളത് ഈ രൂപത്തിലായിരുന്നില്ല, അത് വേറൊരു രൂപത്തിലാണ്. മാത്രമല്ല സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരോട് എന്തു പറഞ്ഞിട്ടുണ്ട്? നിങ്ങൾക്ക് ആർക്കെങ്കിലും വിവാഹമോചനം ആവശ്യമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം? ഏറ്റവും നല്ല രൂപത്തിൽ ഞാൻ ഒഴിവായി തരാമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ചോദിക്കട്ടെ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു ഭാര്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവായതായി നമുക്ക് കാണാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. മറിച്ച് ഓരോ ഭാര്യമാരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിവസത്തിന് വേണ്ടി കാത്തു നിൽക്കാറായിരുന്നു പതിവ്. ആയിഷ റളിയല്ലാഹു അൻഹയെ തന്നെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, അവിടുന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ജീവചരിത്രം ഏറ്റവും കൂടുതൽ ആരാണ് പറയുന്നത്? ആയിഷ റളിയല്ലാഹു അൻഹയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മോശമായ രൂപത്തിലാണ് ജീവിച്ചതെങ്കിൽ ആയിഷ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തേനെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒഴിവാക്കിയേനെ. പക്ഷേ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല ഒരു ഭർത്താവായിരുന്നു. ഇവിടെയാണ് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഈ വിവാഹത്തിന് ആർക്ക് പ്രയാസം ഉണ്ടായിരുന്നില്ല? ആയിഷ ബീവിക്ക് പ്രയാസമില്ല. അവിടുത്തെ ഉപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പ്രശ്നമില്ല. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഉമ്മയായ ഉമ്മു റയ്യാൻ, അവർക്കും ഉമ്മു റുമ്മാൻ, അവർക്കും പ്രയാസമില്ല. പിന്നെ ആർക്കാണ് പ്രശ്നം? നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾക്കാണ് പ്രശ്നം. അവര് തന്നെ പറയുന്ന കാര്യമാണ്, ഒരു കുടുംബക്കാർക്കും അതുപോലെ തന്നെ ചെറുക്കനും പെണ്ണിനും ഒക്കെ ഓക്കെ ആണെങ്കിൽ പിന്നെ അത് അവരുടെ ഇഷ്ടമനുസരിച്ചാണ് എന്ന് പറയുന്ന ആളുകളാണ് ഈ രൂപത്തിൽ കളിയാക്കുന്നത്. എന്ത് അവകാശമാണ് അവർക്കുള്ളത്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഈ കളിയാക്കുന്ന കൂട്ടത്തിൽ ആരുമുണ്ട്? ഈ കളിയാക്കുന്ന കൂട്ടത്തിൽ നസാറാക്കളുമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ രചിച്ചു വെച്ചതായി കാണാൻ നമുക്ക് സാധിക്കും. ജോസഫ് അഥവാ മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചതാണ്. ജോസഫ് മറിയമിനെ കല്യാണം കഴിക്കുമ്പോൾ എത്ര വയസ്സാണ്? ജോസഫിന് 80 കൂടുതൽ വയസ്സുണ്ട് എന്നാണ്. 80 കൂടുതൽ വയസ്സുണ്ട് എന്നാണ്. മറിയമിനോ 15 വയസ്സിൽ കുറവായിരുന്നു എന്നാണ്. ഇതിന്റെ ഈ ഒരു വയസ്സിന്റെ ഇടയിലുള്ള ആ ഒരു പ്രായം ആലോചിച്ച് നോക്ക്, എത്ര വ്യത്യാസം ഉണ്ട് എന്ന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആയിഷ റളിയല്ലാഹു അൻഹയെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ എത്രയോ വലുതാണ്. അത് മാത്രമല്ല, വേറൊരു വ്യക്തിയുണ്ട്, പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല, അതിവിടെ പറയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആ വ്യക്തിയുടെ കല്യാണം കഴിഞ്ഞ പ്രായം എത്രയാ? അതും എന്ത് ചെയ്യുക, ആലോചിച്ച് നോക്കുക. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത് ഇവിടെ പ്രശ്നം എന്തല്ല, വിവാഹമല്ല. മറിച്ച് ഇവിടെ വിഷയം വിവാഹപ്രായമോ വിവാഹമോ മറ്റൊന്നുമല്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ ഇസ്ലാമുമാണ് ഇവിടെ പ്രശ്നം. അല്ലാതെ വിവാഹപ്രായമോ അതുപോലെ തന്നെ ഈ രൂപത്തിലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യുരീദൂന ലിയുത്ഫിഉ നൂറല്ലാഹി ബിഅഫ്വാഹിഹിം.
അവർ അവരുടെ വായ കൊണ്ട് അള്ളാഹുവിന്റെ നൂർ അത് ഊതിക്കെടുത്താൻ നോക്കുകയാണ്. വല്ലാഹു മുതിമ്മു നൂരിഹി വലൗ കരിഹൽ കാഫിറൂൻ. കാഫിരീങ്ങൾക്ക് വെറുപ്പുണ്ടായാലും ശരി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ നൂർ, അവന്റെ ഈ ദീൻ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പരിപൂർണമാക്കി ചെയ്യുമെന്ന് അള്ളാഹു പറയുകയാണ്. അതുകൊണ്ട് നമുക്ക് വ്യസനിക്കേണ്ട ആവശ്യമില്ല. ഈ പരിഹസിക്കുന്നവരും നമ്മളും എല്ലാവരും റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുന്നിലെത്തും. ഇന്ന് നമ്മളെ അവരെങ്ങനെ പരിഹസിച്ചുവോ അതുപോലെ പരിഹസിക്കാനുള്ള ഒരു ദിവസം നമുക്ക് വരാനുണ്ട്. അലൽ അറായികി യൻദുറൂൻ, ചാരു കസേലകളിലിരുന്ന് നമ്മൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരും മുസ്ലിമായി മുഅ്മിനായി മരിപ്പിക്കുമാറാകട്ടെ. അങ്ങനെയെങ്കിൽ നമുക്കും ഇതിന് അവസരമുണ്ട്. ഒരിക്കലും എന്തല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളോടും അനീതി കാണിക്കുകയില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഒന്നും തിരിച്ചു ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള പ്രയാസം വേണ്ട. നമുക്കൊരു ദിവസം വരാനുണ്ട്. അന്നേ ദിവസം ഓരോ കാര്യങ്ങളും, എത്രത്തോളം ഒരു കൊമ്പില്ലാത്ത ആടിനെ കൊമ്പുള്ള ഒരാട് കുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പോലും നാളെ ഖിസാസ്, പ്രതികാര പ്രക്രിയ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വ്യസനിക്കേണ്ടതില്ല. വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ, അല്ലാഹു പറഞ്ഞതാണ്, നമ്മളാണ് ഉന്നതർ, നിങ്ങൾ മുഅ്മിനീങ്ങളാണ് എങ്കിൽ നിങ്ങളാണ് ഉന്നതർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള പരിഹാസങ്ങളിലും അതുപോലെ തന്നെ ഇതുപോലുള്ള കളിയാക്കലുകളിലും ഒരു മുഅ്മിൻ പതറാൻ പാടില്ല. നമ്മളുടെ മേൽ ബാധ്യതയായിട്ടുള്ള കാര്യം അള്ളാഹുവിന്റെ ദീൻ പഠിക്കുക, സ്ഥിരതയോടെ നിലകൊള്ളുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രയുമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്ലാസ് ഉടനെ തന്നെ ഹദീസ് ക്ലാസ് ആരംഭിക്കും. വഹാദാ വല്ലാഹു തആല അലാ വഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വജസാകുമുല്ലാഹു ഖൈറാ.